പാണ്ടിയുടെ വയത്തരി. കൊലമ്പൽ എന്ന് പറഞ്ഞ ഭാഗമാണത്. ചെണ്ടക്കാർ തകൃതേ തകൃതേ തകൃതാകൃതേം 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 തകതകതേം 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 തകത 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 കൃത എന്ന് 3 പ്രാവശ്യം കൊലമ്പിയതിന് ശേഷം ഏറ്റുചുരുക്കിയതിന് ശേഷം ഒന്ന് മുറുകി നൈസായിട്ട് അവിടെ അവസാനിപ്പിക്കും. അതിനുശേഷം പിന്നെ വീണ്ടും ഒരു നേരുകോലും പിന്നെ ഒരു കുഴമറഞ്ഞ ഭാഗമാണ്. അതിൽ കൊമ്പുകാർ തത്തകതകതകതകതകതകതേന്ന് വിളിക്കുമ്പോൾ ഡേം എന്ന് കൊട്ടിയതിന് ശേഷം ഗിടുതാതിരി 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 2 മിനിറ്റിന് ശേഷം ഗിടുതാതിരി 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 ഗിടുത എന്ന് മറയ്ക്കാം. അതിനുശേഷം കാലമിടൽ ഡേ 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 ന ക ഡേ ക ഡേ ക ഡേ ക ഡേ ക ഡേ കം ന ഡേ കം ന ഡെങ്കം 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 ന ക. ഇവിടെ വരെ ആകുമ്പോൾ കാലമിടലായി. അതായത് ഡേ 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 എന്ന് 4 പ്രാവശ്യം, പിന്നെ അവസാനത്തെ 4 കാലമിടലിൻ്റെ ഡേം എന്ന് വായത്തേരി പറയാം. എന്നിട്ട് ന ക എന്ന് കൂട്ടിയിട്ട് അതിനുശേഷം ഡെങ്കം, അതായത് ഡേ ക 4 എണ്ണം കഴിഞ്ഞാൽ ഡെക്കാംന ഡെക്കാംന 2 പ്രാവശ്യം. അത് കഴിഞ്ഞാൽ ഡെങ്കും 6 പ്രാവശ്യം. ആ ഡെങ്കും കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ പോർഷൻ കഴിഞ്ഞു. പിന്നെ താളവട്ടം ഒരെണ്ണം ഫുള്ള് വയത്തായിരിക്കും. അപ്പോൾ ഡെ ഗിന്ന ഡെങ്കും ന ക ഡെ കാംന ഡെ കാംന ഡെങ്കും 6 എണ്ണം. ഡെങ്കും 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 നഖ. വീണ്ടും ഡെ ഗിന്ന ഡെങ്കും നക്ക എന്നാണ് വരിക. അപ്പോൾ ആ ഭാഗത്തുള്ള വീക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെ ഗിന്ന ഡെങ്കും നക്ക ഡെ കാംന ഡെ കാംന ഡെങ്കും 6 എണ്ണം. ഡെങ്കും 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 നക്ക. ഒരു വണ്ടിയുടെ ഒരു താളവട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പൊത്ത് 2 തുറന്ന് ഒരു 6 എന്നുള്ളതാണ് വീക്കം. അതിനുശേഷം നമുക്ക് ഇത് തന്നെ പലവട്ടം ആവർത്തിക്കും. കലാശങ്ങളാണ് പിന്നെ വരിക. ആദ്യത്തെ കലാശത്തിൻ്റെ വായത്തായിരിക്കും. അതായത് 6 എന്നുള്ള താളവട്ടത്തിൻ്റെ ഭാഗത്തിൽ ഡെങ്കും ഡെങ്കും എന്നുള്ള ഭാഗത്തിൽ 5ാമത്തെ ഡെങ്കുമാകുമ്പോൾ 5ാമത്തേൽ ഡെങ്കം ഡെങ്കിന കഡം എന്ന് കൊട്ടണം. അപ്പോൾ ആ ഭാഗം ഒന്ന് കൊട്ടാം. ഡെങ്കം 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 ഡെങ്കിന കഡം ഡെണ്ണ കഡ് ഡെങ്കം നക്ക ഡെണ്ണ കഡ് ഡെങ്കം നക്ക ഡെണ്ണ കഡ് ഡെങ്കം നക്ക നക്ക ഡെങ്കം നക്ക നക്ക ഡെങ്കം നക്ക ഡെങ്കം നക്ക ഡെങ്കം നക്ക ഡെങ്കം നക്ക ഡെങ്കം ഡെങ്കിന കഡം അണ്ണഗഡ തക്ക തരി ഗിഡ തക്ക തരി ഗിഡ തക്ക തര ഗിഡ തക്ക നണ്ണഗഡ ഗിഡ തക്ക തരിക്കണ നഡം നണ്ണഗഡ ഗിഡ തക്ക തരി ഗിഡ തക്ക തര ഗിഡ തക്ക തരി ഗിഡ തക്ക തര ഗിഡ തക്ക ഡ നണ്ണ ഗിന്ന ഡെങ്കും ഡെങ്കിന കഡക നണ്ണഗഡ ഗി ക്യാം ഡേ കാം
ഡേ ക ഇങ്ങനെ 14 എണ്ണം കൊട്ടണം. 14 കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പാണ്ടിയുടെ താഴ്ന്ന കാലത്തെ നിലകൾ കൊട്ടിക്കൊണ്ടിരിക്കും. ഏറ്റവും കൂടുതൽ പാണ്ടി കൊട്ടുന്നത് ഈ താഴ്ന്ന കാലം അല്ലെങ്കിൽ പതികാലം എന്നൊക്കെ ഉള്ള രീതിയിൽ ഈ നിലയും ഈ കലാശവുമാണ്. അതൊരു സമയത്തിനനുസരിച്ച് ഒരു 3 മണിക്കൂറുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂറും ഇത് തന്നെ കൊട്ടും. പകുതി ഭാഗം പതികാലം കൊട്ടും. അതിനുശേഷം നമുക്കൊരു സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ തുറന്ന് പിടിക്കാനുള്ളതാണ്. തുറന്ന് പിടിക്കാനുള്ള സിഗ്നലിലെ ഫ്രണ്ടിലെ ഇതൊന്നും മാറ്റമില്ല, പുറകിൽ മാത്രമേ മാറ്റുള്ളൂ. അത് കലാശ സമയത്ത് മാത്രമേ മാറ്റുള്ളൂ. പിന്നെ ഇലത്താളത്തിന് ഒക്കെ മാറ്റമുണ്ട്, വീക്കത്തിന് മാറ്റമുണ്ട്. മുമ്പിൽ കൊട്ടുന്ന ആൾക്കാർക്ക് മാത്രം മാറ്റമില്ല. എന്നാലും വീക്കം വെച്ചിട്ട് ആ കലാശം വരുമ്പോഴുള്ള മാറ്റം ഒന്ന് കാണിച്ചു തരാം. ടെങ്കം ടെങ്കം ടെങ്കം. അതിനു മുമ്പായിട്ട് ഈ വീക്കത്തിലുള്ള മാറ്റം ഒന്ന് കാണിച്ചു തരാം. ടെങ്കം ടെങ്കം 14 ആയി എന്ന് വിചാരിക്കാം. അപ്പോൾ ടെങ്കം നക്ക ഡെ ഗിന്ന ടെങ്കം നക്ക ഡെ കാംന ഡെ കാംന ടെങ്കം 6 ടെങ്കം 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 നക്ക ഡെ ഗിന്ന ടെങ്കം നക്ക ഡെ കാംന ഡെ കാംന ടെങ്കം. ഇങ്ങനെ ഈ പൊത്ത് തുറന്ന് ഈ നിലയിലേക്ക് വീക്കമാവുകയും പിന്നെ കലാശമ വരുന്ന സമയത്ത് ഉള്ള മാറ്റം കൂടി കാണിച്ചു തരാം. ഡേണ കഡ് ഡെങ്, അതായത് 5ാമത്തേൽ ഡെങ്കം ഡെങ്കിന കഡം ഡേണ കഡ് ഡെങ് നക്ക ഡേണ കഡ് ഡെങ്കം നക്ക ഡേണ കഡ് ഡെങ്കം നക്ക നക്ക ഡെങ്കം നക്ക നക്ക ഡെങ്കം നക്ക ഡെങ്കം നക്ക ഡെങ്കം നക്ക ഡെങ്കം നക്ക ഡെങ്കം ഡെങ്കിന കഡം അണ കിട്ട ഡെക നണ്ണ കിട്ട തക്ക തരി കിട്ട തക്ക തര കിട്ട തക്ക നണ്ണ കിട്ട തക്ക തരി കിട നഡം നണ്ണ കിട്ട തക്ക തരി കിണ്ണ നക്ക തരി കിട്ട തക്ക തരി കിട്ട തക്ക തര കിട്ട തക്ക ഡക നണ്ണ കഡ ഡം നാഗിന്ന ഡെങ്കം ഡെങ്കിന കഡക നണ്ണ കിട്ട ഗീ ക്യാം ഡേകം ഡേകം ഡേകം. വീണ്ടും 14 എണ്ണം തന്നെ കൊട്ടുക. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ കലാശം, അതായത് രണ്ടാമത്തെ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ പാണ്ടിയിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത്തെ കൈയിന് പ്രാധാന്യമുള്ള കലാശം കൊട്ടാനുള്ള സിഗ്നലാണ് ആ സിഗ്നൽ. അപ്പോൾ 5 പതിവ് പോലെ 5 തന്നെ ഡെങ്കം ഡെങ്കിന കഡം ഡെണ്ണ കഡ ഡെങ്കം നണ്ണ ഗിന്നക്ക ഡെങ്കം നണ്ണ ഗിന്നക്ക ഡെങ്കം നക്ക നക്ക ഡെങ്കം നക്ക നക്ക ഡെങ്കം നക്ക ഡെങ്കം നക്ക ഡെങ്കം നക്ക ഡെങ്കം നക്ക ഡെങ്കം ഡെങ്കം ഡെം നണ്ണ കിട്ട തക്ക തെറ്റി കിട്ട തക്ക തരി കിട്ട തക്ക തെറ്റ കിട്ട തക്ക തെറ്റി കിട്ട തക്ക തെറ്റ കിട്ട തക്ക തരി കിട്ട തക്ക തെറ്റ കിട്ട തക്ക തെറ്റി കിട്ട തക്ക തെറ്റ കിട്ട തക്ക കിട്ട തക്ക തെറ്റ കിട്ട തക്ക നണ്ണ കഡ ഡെഡ നണ്ണാകിൻ ഡെങ്കം ഡെങ്കിന കഡക നണ്ണ കഡകി ക്യാം ഡെങ്കം 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 ഡെങ്കം. ഇങ്ങനെ ഉള്ളൊരു മാറ്റമാണ് ഇതിൽ വരുന്നത്. അടുത്ത മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ നക്ക ഡെഡഗഡ ഡഗണകാം എന്നാവാനുള്ള ഒരു മാറ്റമാണ്. അപ്പോൾ ആ ഒരു മാറ്റത്തിനുള്ള ഭാഗം കലാശ സമയത്താണ് ആ മാറ്റം വരുന്നത്. അതുകൊണ്ട് പതിവ് പോലെ തന്നെ ഡെങ്കം 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 ഡെങ്കിന കഡം ഡെണ്ണ കഡ ഡെങ്കം നണ്ണ ഗിന്നക്ക ഡെങ്കം നണ്ണ ഗിന്നക്ക ഡെങ്കം നക്ക നക്ക ഡെങ് നക്ക നക്ക ഡെങ്കം നക്ക ഡെങ്കം നക്ക ഡെങ്കം നക്ക ഡെങ്കം 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 ഡെം
അണക്കെട്ട തക തരി കിട്ട തക തരി കിട്ട തക തര കിട്ട തക തരി കിട്ട തക തരി കിട്ട തക തരി കിട്ട തക തര കിട്ട തക തരി കിട്ട തക തര കിട്ട തക കിട്ട തക തര കിട്ട തക ഡഗണ ഗഡഡഡ നന്ന ഗിൻ ഡംഗം നക്ക ഡഡഗഡ ഡഗണ കാംന ഡംഗം 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 ഡഗിന്ന ഡംഗം നക്ക ഡംഗം അപ്പോൾ ഈ ഡടകടകണകം എന്ന് മാറിക്കഴിഞ്ഞാൽ അപ്പം തന്നെ വേണമെങ്കിൽ ഒരു സിഗ്നൽ കൊടുത്തിട്ട് വീക്കത്തിന് വേണമെങ്കിൽ ഒരു മാറ്റം വരുത്താം. അതുപോലെ തന്നെ അല്ലെങ്കിൽ രണ്ടാമത്തെ ഡടകടകണകമോട് കൂടിയെങ്കിലും ഒരു വീക്കത്തിനൊരു മാറ്റം വരുത്തണം. അപ്പോൾ ആ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നിലേക്ക് തിരിഞ്ഞ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് 3 തൂക്കമാവുന്ന ഒരു വീക്കമായിട്ട് വരികയും പിന്നീട് ഒരു സിഗ്നലും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഡെങ്കിന്ന ഗിന്നക്ക എന്നുള്ള ഭാഗമാക്കി നിലയെ മാറ്റുകയും, അതായത് ഡെഡ്ഡേഗിന്ന ഡെങ്കും നക്ക ഡെക്കാംന ഡെക്കാംന എന്നാണ് ഇതുവരെ കൊട്ടിയിരുന്നതെങ്കിൽ ഈ ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ഡെഡ്ഡേഗിന്ന ഡെങ്കും നക്ക ഡെങ്കിംന ഗിന്നക്ക എന്ന് 2 കൈയും മാറ്റി മാറ്റി കൊട്ടുന്ന പൊന്തിച്ച് കൊട്ടുന്ന ഒരു നിലയിലേക്ക് വരികയും അതോടൊപ്പം തന്നെ ഡൗറ കലാശവും ആയി മാറുന്നത് കാണാം. ആ ഭാഗം ഒന്ന് വായിത്തരി പറയാം. അപ്പോൾ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞിട്ട് വീക്കത്തിൽ മാറ്റം വന്നു. അപ്പോൾ അഞ്ചാമത്തിൽ ഡെങ്കം 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 ഡെങ്കിന്നക്കഡം ഡെണ്ണക്കഡെങ്കം നന്നഗിന്നക്കഡെങ്കം നന്നഗിന്നക്കഡെങ്കം നക്കാനക്കഡെങ്കം നക്കാനക്കഡെങ്കം നക്കഡെങ്കം 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 ഡെങ്കം ഡം കിട്ടതക കിട്ടതക തരി കിട്ടതക തര 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 കിട്ടതക ഡഡഡഡം ഇന്ന ഡെങ്കം നക്ക ഡഡഗഡഗണ കാം ഡെങ്കം 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 നക്ക ഡെഡഗിന്ന ഡെങ്കം നക്ക ഡെങ്കിന്ന ഗിന്നക്ക ഡെങ്കം 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 നക്ക ഡെഡഗിന്ന ഡെങ്കം. അപ്പോൾ ഇത്ര വരെയാണ് അതിൻ്റെ ആ നില. ഇത് 2-3 പ്രാവശ്യം ആവർത്തിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ കലാശം സാധാരണ പോലെ വരും. ആ സാധാരണ പോലെ വരുന്ന സമയത്ത് കലാശം എങ്ങനെ വരും? ഡൗറ കലാശമായിട്ട് മാറും. അപ്പോൾ ആ ഇനി ഡൗറ കലാശം എടുക്കുന്ന ഭാഗം ഡെഡ്ഗിന്ന ഡെങ്കം നക്ക ഡെങ്കിന്ന ഗിന്നക്ക ഡെങ്കം 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 ഡെങ്കിന്ന കഡം തെറ്റി കിട്ട തക തര കിട്ട തക 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 നനകിട ഡൗ റൗ 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 നക്കട കിണ്ണനക നകിടം ഡൗ റൗ റഡൻ ഡെക്കൻ ഡെക് ഡെക്ക 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 ഡെങ്കം നക്ക ഡെഡഗിന്ന ഡെങ്കം നക്ക ഡെങ്കിന്ന ഗിന്നക്ക ഡെങ്കം 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 നക്ക ഡെഡഗിന്ന ഡെങ്കം നക്ക ഗിന്നക്ക ഡെങ്കം 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 ഡെങ്കം. അങ്ങനെ വീണ്ടും ആ നിലയിലേക്ക് തന്നെ വന്നു, തിരിച്ചു വന്നു. പിന്നെ നമ്മൾ ഒരു 3-4 പ്രാവശ്യം പാണ്ഡ്യയുടെ ഏറ്റവും പ്രാധാന്യം രസകരമായ ഒരു ഡൗറ കലാശങ്ങൾ ഒരു 8 10 വരെയൊക്കെ എടുക്കാം. സമയം പോലെ കൂടുതൽ എടുക്കുന്നതാണ്. അതുപോലെ തന്നെ സമയം പോലെ കുറച്ചും എടുക്കാറുണ്ട്. അങ്ങനെ കുറച്ച് കലാശം എടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും അതിനെ ഒരു സിഗ്നൽ കിട്ടിയിട്ട് മാറ്റാവുന്നതാണ്. ആ മാറ്റുന്ന സമയത്ത് ഇതിന് സംഭവിക്കുന്നത് ഡൗറ എന്ന് കൊട്ടുന്ന സ്ഥലത്തേക്ക് ഏത് വരും? ഡടക എന്ന് കുഴമറിഞ്ഞിട്ടുള്ള കിടതക തരി കിടതക തരി കിടതക തരി കിടതക തരി കിടതക നണകിട കിടതക തരി കിടതക തരി കിടതക തരി കിടതക തരി കിടതക തരി കിടതക തരി കിടതക നക്കട കിടനങ്ങനെ കിടം ഡൗറോറ എന്ന് സെയും കൊട്ടി വന്ന മറക്കിൽ തന്നെ വീണ്ടും മറച്ചുകൊണ്ട് പോകുന്ന ഒരടിയടിച്ചിട്ട് മറച്ചുകൊണ്ട് പോയി കലാശെടുക്കുന്ന ഒരു രീതിയിലേക്ക് കടക്കും. ഇത്രയും ഭാഗം പാണ്ഡ്യയുടെ പകുതി ഘട്ടമായി അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കാണിക്കാം.